യുവ സഹോദരങ്ങളെ, നാട്ടുകാരണവന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, ഈ വിഷയത്തിലേക്ക്, ഖുർആൻ പട്ടണങ്ങളുടെ കഥ പറയുന്നു എന്ന വിഷയത്തിലേക്ക് എന്നെ ചിന്തിപ്പിക്കാനുള്ള കാരണം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ചില യാത്രകളാണ്. ഞാൻ 1-2 വർഷങ്ങളായി ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ റബ്ബിന്റെ സഹായത്താൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ വർഷം ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും യാത്ര പോയി, ഇസ്രായേലിൽ പോയി, ഇങ്ങനെ പല സ്ഥലങ്ങളിലും അള്ളാഹുവിന്റെ സഹായത്താൽ യാത്ര പോയി. യാത്രകൾ എന്നത് ഒരു വിജ്ഞാനമാണ്. സാഫിറു സാഫിറു എന്ന് പുണ്യ റസൂൽ യാത്ര ചെയ്യണമേ, യാത്ര ചെയ്യണമേ. വിജ്ഞാനത്തിന്റെ 2 ഭാഗവും യാത്രയിൽ നിന്നാണ് ലഭിക്കുക എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 തവണയായി പോയി. ഈജിപ്തിൽ ഞാൻ ഏകദേശം 1 മാസത്തോളം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം താമസിച്ചു. പിന്നെ ഫലസ്തീനിൽ പിന്നെ 60,000 ചതുരശ്ര മൈൽ ചുറ്റളവുള്ള വിശാലമായ സിനായ് മരുഭൂമിയിൽ ഏകദേശ ഭാഗമൊക്കെ ചുറ്റി നടക്കാൻ ഈ കൊല്ലം എനിക്ക് അവസരമുണ്ടായി. ഇങ്ങനെ ഒരുപാട് ലോകങ്ങളിൽ പോയി. അപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, എന്തോ അടുത്ത് ലോകത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നിങ്ങനെ. യൂറോപ്പിൽ പോകാനുള്ള ക്ഷണം വന്നിരുന്നു, സന്ദർഭവശാൽ മുടങ്ങിപ്പോയി. അത് അടുത്ത ഒരു പ്രഭാഷണത്തിന് മുമ്പ്, അടുത്ത വർഷത്തെ പ്രഭാഷണത്തിന് മുമ്പ് അള്ളാന്റെ സഹായത്താൽ അതും പൂർത്തിയാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. യാത്രയിൽ നിന്ന് വലിയ വിജ്ഞാനങ്ങൾ ലഭിക്കാനുണ്ട്. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഇന്ന് ലോകത്ത് നഗരവൽക്കരണങ്ങൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കും. എന്നാൽ നഗരങ്ങൾക്കൊക്കെ ഒരു അടിത്തറയുണ്ട്, ആ അടിത്തറ നഷ്ടപ്പെട്ടു പോയിരിക്കും. സതത്തഹിദുൽ മുദൻ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നഗരങ്ങൾ ഒന്നാകുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻ അലാമാത്തി സാഅ, അന്ത്യനാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് നഗരങ്ങൾ ഒന്നാവും. പട്ടണങ്ങൾ എവിടെ തുടങ്ങി എവിടെ തീർന്നു എന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ ചുരുക്കത്തിൽ പറയാം, വളരെ ചുരുങ്ങി പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കോഴിക്കോട് വന്നിരുന്നു. അന്ന് കോഴിക്കോട് വേറെ, രാമനാട്ടുകര വേറെ, ഫറോക്ക് വേറെ, അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ എവിടെയാണ് രാമനാട്ടുകര തുടങ്ങിയത്, എവിടെയാണ് ഫറോക്ക് തുടങ്ങിയത് എന്നറിയൂല. എവിടെയാണ് ഫറോക്ക് തീർന്നത്, അതിനിടയിൽ ഒരു പുഴ ഉണ്ടായതുകൊണ്ട് ഭാഗ്യം. എവിടെയാണ് ഫറോക്ക് തീർന്നത്, എവിടെയാണ് കോഴിക്കോട് തുടങ്ങിയത് അറിയൂല. എവിടെയാണ് കോഴിക്കോട് തീർന്നത്, എവിടെയാണ് പുതിയങ്ങാടി തുടങ്ങിയത് അറിയൂല. എവിടെയാണ് പുതിയങ്ങാടി തീർന്നത്, എവിടെയാണ് എലത്തൂർ തുടങ്ങിയത് അറിയൂല. എവിടെയാണ് കോഴിക്കോട് തീർന്നത്, എവിടെയാണ് അത്തോളി തുടങ്ങിയത് അറിയൂല. ഇന്നിപ്പോൾ ഷാർജയും ദുബായും തമ്മിലുള്ള വ്യത്യാസം അതിന്റെ മാപ്പ് വരച്ച എഞ്ചിനീയർക്കല്ലാതെ ഒരാൾക്കും അറിയൂല. ഈ 20 കിലോമീറ്ററും ഒന്നായി പോയിരിക്കും. നമുക്കറിയൂല എവിടെ ഷാർജ തുടങ്ങി എവിടെ ദുബായ് തുടങ്ങി, അറിയൂല. എല്ലാം ഒന്നായി തീർന്നിട്ടുണ്ട്. ലോകം മുഴുവനും ഒന്നാവുകയാണ്. സത്യത്തിൽ ഗ്ലോബൽ ഈ ഇടക്കിടക്ക് 4ൽ 3 ഭാഗം വെള്ളമുണ്ടായത് കൊണ്ട് മാത്രമാണ് ഇതിനിടയിൽ അതിര് വരുന്നത്. അല്ലെങ്കിൽ ലോകം മുഴുവനും ഒന്നാക്കുമായിരുന്നു. ആവശ്യമില്ലാതെ മനുഷ്യർ വലിയ വലിയ സൗധങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കും. അതെന്തിനാണ് പൊക്കുന്നത് എന്നാർക്കും അറിയില്ല. ലോകത്തെ അനവധി പട്ടണങ്ങളിൽ അള്ളാഹുവിന്റെ സഹായത്താൽ ഞാൻ പോയി. പട്ടണങ്ങളിൽ ഏറിയതും കണ്ട ഒരു ബോർഡ് ടുലെറ്റ് എന്ന, വാടക കൊടുക്കും എന്ന. വാടകക്ക് വാങ്ങാൻ ആളില്ല, പക്ഷെ അമ്പരച്ചുമ്പുകൾ ഉണ്ടാക്കിയിട്ടിരിക്കും. ഇത് ലോകത്തെ ഇന്ന് നിരന്തരമായ ഒരു കാഴ്ചയാണ്. അമ്പരച്ചുംബികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എവിടെയും മനുഷ്യന് പുതിയ രീതികളും പുതിയ സംവിധാനങ്ങളും. മനുഷ്യൻ ചടുലമായ ഒരു നൃത്തം ചവിട്ടുന്ന ചടുലമായ നൃത്തത്തിന്റെ കാൽവപ്പുകൾക്കനുസരിച്ച് നീങ്ങുന്ന നാട്യകലയിലെ താരങ്ങളെ പോലെ മനുഷ്യർ ഇന്ന് എന്തിനോ വേണ്ടി കഥയില്ലാതെ ആടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഖുർആനിലെ ചില പട്ടണങ്ങളിലേക്ക് ചിന്തിക്കാൻ ഞാൻ നിർബന്ധിതനായി. അങ്ങനെയാണ് ഞാൻ ഇത് സംബന്ധമായ ചില പഠനങ്ങളിലേക്ക് തിരിഞ്ഞത്. നോക്കുമ്പോൾ എപ്പോഴൊക്കെ ഏതൊക്കെ വിഷയങ്ങൾ നോക്കുമ്പോഴും തോന്നാറുണ്ട്, ഇത് പറയാൻ വേണ്ടിയാണ് ഖുർആൻ ഇറക്കിയത്. പട്ടണങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ പട്ടണങ്ങളേയുള്ളൂ, പട്ടണങ്ങളുടെ ചരിത്രങ്ങളുടെ കഥമവും ചരിത്രവും മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നിപ്പോയി.
ഞാൻ ചില ആയത്തുകൾ ഓതി തരാം, നമ്മൾ ചിന്തിക്കണം. ലോകം നിലനിൽക്കുന്നതിന് ഒരു അടിത്തറയുണ്ട്, ആ അടിത്തറ തൗഹീദാണ്. ഇത് വളരെ സത്യമാണ്. ചില പട്ടണങ്ങൾ തകർക്കപ്പെട്ടതിനെ കുറിച്ച് ഞാൻ പഠിച്ചു. നല്ലോണം ശ്രദ്ധിക്കണേ. ചില പട്ടണങ്ങൾ തകർക്കപ്പെട്ടത് ഖുർആൻ വെച്ച് ഞാൻ പഠിച്ചു. ആ പട്ടണങ്ങൾ തകർക്കപ്പെടാൻ കാരണമായ വിഷയങ്ങളെയും പഠിച്ചു. നോക്കുമ്പോൾ പിന്നെ ഞാൻ അതേ പ്ലാൻ എടുത്തിട്ട് അതേ മാപ്പ് എടുത്ത് അതേ ഔട്ട്പുട്ട് എടുത്ത് ഞാൻ ഇന്നുള്ള ലോകത്തെ പട്ടണങ്ങളിലേക്ക് നോക്കി. അപ്പോൾ എനിക്ക് തോന്നി മുഴുവനും പട്ടണങ്ങൾ തകർക്കപ്പെടേണ്ടതാണ്. പിന്നെന്ത് എന്നതറിയില്ല. അള്ളാഹുവിന്റെ ശിക്ഷ വരാനായിരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ഈ ക്ലാസ് പറയുന്നത്. അള്ളാഹിന്റെ ശിക്ഷ അടുത്തു വരും. അതിന്റെ ചില്ലറ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ആനക്കാംപൊയിലടക്കമുള്ള ഭാഗത്ത് പൊട്ടിത്തകർന്ന് നശിച്ച് നാമാവശേഷമായതിന്റെ ആനക്കാംപൊയിൽ എന്നത് ഒരു നിലക്ക് നമ്മുടെ നാട്ടിന്റെ കൃഷിയുടെയും കാർഷിക വിളകളുടെയും സമൃദ്ധിയുടെയും ഒരു പര്യായമാണ്. അതേക്കുറിച്ചൊരു ചർച്ച ഞാൻ പറയുന്നു ഇൻഷാ അല്ലാഹ്. സമൃദ്ധി എന്ന് പറഞ്ഞാൽ വല്ലാത്ത സമൃദ്ധിയുള്ളത് ആനക്കാംപൊയിൽ. വല്ലാത്തൊരു മണ്ണാണ്. അവിടെ വിളയാത്ത ഒന്നുമില്ല. കൊക്കോയും കാപ്പിയും കുരുമുളകും മരച്ചീനിയും ഒരൊറ്റ മരമെങ്ങോട്ട് പറിച്ചെടുത്താൽ 25 കിലോ 35 കിലോ കിട്ടുന്ന നല്ല കപ്പ ഒരൊറ്റ പിടുത്തത്തിൽ. അത്ര നല്ല മണ്ണ് എപ്പാടുണ്ട്. തകർക്കപ്പെട്ട് നശിപ്പി. അതൊന്നും ഇന്നലെ അവിടെ ഇല്ലാത്തതുപോലെ കേരളത്തിൽ ഈ വർഷം നടന്ന ഉരുൾപൊട്ടൽ ഇന്ന് ലോകത്ത് മുഴുവനും ചർച്ചയായിരിക്കുകയാണ്. പക്ഷെ എന്റെ കൗതുകകരമായ ഒരു വിഷയം അതൊന്നുമില്ല. ലോകത്ത് ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ പല സിവിലൈസേഷനും അള്ളാഹുവിന്റെ ശിക്ഷ വന്നിട്ടുണ്ട്. പക്ഷേ ആ സിവിലൈസേഷനുകൾക്കൊക്കെ വന്ന ശിക്ഷകളെ ഭൗതികമായ ഒരു നിലയിൽ മാത്രമേ ചരിത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൂ എന്നതാണ്. അതിന് ഭൗതികമായ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ ആ ശിക്ഷക്ക് ഭൗതികമായ ഒരു കാരണം, അതിന്റെ ഭൗതികമായ റീസൺ എന്താണെന്ന് മാത്രം തേടുന്നു. അതിന്റെ അടിസ്ഥാനം അത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്നത് കണ്ടെത്താൻ ശാസ്ത്രം മറന്നുപോയിരിക്കുന്നു. എന്നാൽ അത് പറഞ്ഞു കൊടുക്കേണ്ടവർ നമ്മളാണ്. നമ്മളാകട്ടെ ഇന്ന് ഉറങ്ങണം. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുക തന്നെ. എന്ന അഹമ്മദ് ഷൗഖിയുടെ കവിതയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അഹമ്മദ് ഷൗഖി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ റൗളത്ത് ശരീഫയുടെ അരികിൽ ഇങ്ങനെ പോയി നിന്നിട്ട് പറഞ്ഞു, നബി, ഞാൻ കിഴക്കും പടിഞ്ഞാറും ഒക്കെ കണ്ടുവരാം. ഞാൻ ആഫ്രിക്കയിലൂടെയും ഏഷ്യയിലൂടെയും സഞ്ചരിച്ചു വരികയാണ്. നിങ്ങളെ സമുദായത്തെ കണ്ടുവരികയാണ്. നിങ്ങളെ സമുദായത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നബിയെ, 20-ാം നൂറ്റാണ്ടിലെ അമീർ ഷുഅറാ, കവികളുടെ രാജാവ് എന്ന് പറഞ്ഞ കവിയായിരുന്നു മിസ്രിയായ അഹമ്മദ് ഷൗഖി റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ കവിയായിരുന്നു അദ്ദേഹം. വലിയ ഇസ്ലാമിക ബോധമുള്ള കവിയായതുകൊണ്ട് ആ കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്ന തുർക്കി രാജാക്കന്മാർ അദ്ദേഹത്തെ നാടുകടത്തി, ഈജിപ്തിൽ നാടുകടത്തി. അദ്ദേഹം വലിയ ഇസ്ലാമിക താല്പര്യമുള്ള കവിയായി. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ റൗളത്ത് ശരീഫയുടെ മുന്നിൽ പോയി പറഞ്ഞു, നബിയെ, ഞാൻ ആഫ്രിക്കയും ഏഷ്യയും ഒക്കെ സഞ്ചരിച്ചു വരികയാണ്. നിങ്ങളെ സമുദായത്തെ ഞാൻ കണ്ടുവരികയാണ്. നിങ്ങളെ സമുദായം ഇപ്പോൾ അസ്ഹാബുൽ കഹ്ഫിനെ പോലെയാണ്. ഉറങ്ങും, കൂർക്കം വലിച്ചുറങ്ങും, വലിയ ഉറക്കിലാണ്. അസ്ഹാബുൽ കഹ്ഫിന് ഉറങ്ങായിരുന്നു. അവരെ കാരണം കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഖുർആനും ഹദീസും കയ്യിൽ വെച്ചാണ് നിങ്ങളെ സമുദായം ഉറങ്ങുന്നത്. അതാണ് എന്റെ വേദന. ഇത് പറയാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചുകൂട്ടിയത്. അതായത് ലോകത്ത് നാഗരികതയുടെ അടിത്തറ എന്ന പുതിയ സമൂഹം മറന്നുപോയിരിക്കും. അത് ലോകത്തിനെ ബോധ്യപ്പെടുത്തേണ്ട മുസ്ലിമീങ്ങളാകട്ടെ ഇതിന്റെ അടിത്തറ ഇതാണ് എന്ന് പോലും, തൗഹീദാണ് ഇതിന്റെ അടിത്തറ എന്ന് പോലും അറിയാത്ത വിധത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ അടിത്തറ തൗഹീദാണ്. ലോകം മുഴുവനും അല്ലാഹു